ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് HP Pay അല്ലെങ്കിൽ ഡ്രൈവ് ട്രാക്ക് പ്ലസ് എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഒരു ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്, അതേപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. അപ്പോ വേഗം തന്നെ കാര്യങ്ങളിലേക്ക് വരാം. HP Pay ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ പ്ലേ സ്റ്റോറിൽ നിന്ന് HP Payയുടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്യൂല് ഫില്ല് ചെയ്യാനായിട്ട് ആ ടൈമിൽ ഉപയോഗിക്കാം. അതുപോലെ ഗൂഗിൾ പേ പോലെ നമുക്ക് മറ്റാവശ്യങ്ങൾക്കും ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഓരോ 100 രൂപയ്ക്കും 1 രൂപ ക്യാഷ് ബാക്ക് എന്ന നിലയിലാണ് HP Pay ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ 2 വീലർ അതിൽ KYC കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ലിമിറ്റ് കിട്ടിയിരിക്കുന്നത് ഡെയിലി സ്പെൻഡ് 7,500, മന്ത്ലി 30,000 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അത്രയൊന്നും സ്പെൻഡ് ചെയ്യില്ല, എന്നാലും ഒരു 1000 രൂപയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. ആ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത് നമുക്ക് വീണ്ടും ഫ്യൂൽ അടിക്കാനായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോ നമ്മളിപ്പോ എവിടെയെങ്കിലും നമ്മൾ പെട്രോൾ അടിക്കാൻ മാത്രമല്ല, വേറെ എവിടെയെങ്കിലും ട്രാവലിംഗ് പോകുമ്പോൾ 2000 രൂപയ്ക്ക് 3000 രൂപ ഡീസലും പെട്രോളൊക്കെ അടിച്ച് പോകുന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ 20 രൂപയായി നമുക്കൊരു ബോട്ടിൽ വെള്ളം വാങ്ങാം. അപ്പോ അങ്ങനെ ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ HP ആണ് ഗ്യാസ് തന്നെ റീഫിൽ ചെയ്യുമ്പോൾ അതിന് പോയിന്റ് കിട്ടുന്നുണ്ട്. ലൂബ്രിക്കൻസ് മേടിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോ കാര്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഗൂഗിൾ പേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ്സ് പോയിന്റ് കിട്ടുന്നത് പോലെ ഫ്യൂവൽ അടിക്കുമ്പോൾ ഫ്യൂവൽ തന്നെ റിവാർഡ് ആയിട്ട് കിട്ടുന്നതാണ് HP Payയുടെ ആപ്ലിക്കേഷൻ. അത് HP Payയുടെ ആപ്ലിക്കേഷന്റെ കേസിൽ. പിന്നെ അതിനൊരു സ്കാനർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ HP യുടെ പമ്പിൽ ചെല്ലുമ്പോൾ അവിടെ HP Payക്ക് സെപ്പറേറ്റ് ഒരു സ്കാനർ ഉണ്ടാവും. ആ സ്കാനറിൽ HP Payയുടെ ആപ്പ് ത്രൂ സ്കാൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് അവിടെ അവരുടെ ആ പമ്പിലെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ചെല്ലുള്ളൂ. നമുക്കൊരു ബില്ല് ജനറേറ്റ് ആവും. ആ ബില്ല് ജനറേറ്റ് ആവുന്ന ബില്ല് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ആപ്ലിക്കേഷൻ ലോഡ് ചെയ്ത് നോർമലി അവരുടെ സ്കാനർ ഫസ്റ്റ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിനു ശേഷം ഓപ്ഷൻസ് ചോദിക്കും, ഗൂഗിൾ പേ ആണോ എന്നുള്ളത്, Paytm ആണോ എന്നുള്ളത്. അപ്പൊ ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് സർട്ടൻ എമൗണ്ട് നമ്മുടെ ഗൂഗിൾ പേയിലോട്ട് ട്രാൻസ്ഫർ റീഡയറക്റ്റ് ആവും. റീഡയറക്റ്റ് ആയി നമ്മൾ അവിടെ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും ഈ ചെയ്യുന്ന സിറ്റുവേഷൻസിന്റെ ഇടയിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ പാടില്ല. റീഡയറക്റ്റ് ചെയ്ത് നമ്മൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി HP Payയുടെ ആപ്പിലേക്ക് റിട്ടേൺ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മുടെ ബില്ല് ജനറേറ്റ് ആവുള്ളൂ. ഈ പ്രൊസീജിയറിന്റെ ഇടയ്ക്ക് സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവുകയല്ല, ഓട്ടോമാറ്റിക്കലി അത് ഡെബിറ്റ് ആയിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് സക്സസ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. അപ്പൊ ഈ ഒരു പ്രോബ്ലം, ഇങ്ങനെ ഒരു പ്രോബ്ലം എറേസ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വാലറ്റിലോട്ട് ഫണ്ട് ആഡ് ചെയ്യുക. ഇപ്പൊ 1000 രൂപയ്ക്കാണ് നമ്മൾ ഡീസൽ അടിക്കുന്നത് അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ 1000 രൂപ നമ്മൾ ആഡ് മണി എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ആഡ് മണി സെലക്ട് ചെയ്തതിനു ശേഷം എന്നിട്ട് നമ്മുടെ ഗൂഗിൾ പേ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് റിട്ടേൺ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നൊരു പ്രോബ്ലം കാണിക്കുന്നത് പേയ്മെന്റ് പെൻഡിങ് ഫ്രം കസ്റ്റമേഴ്സ് ബാങ്ക്, ആ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും കാണിക്കുക. അത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല, ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് വരാറുണ്ട്. അത് നമ്മളൊന്ന് HP Payയുടെ ആപ്പ് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് രണ്ടാമത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റിൽ ആ എമൗണ്ട് വന്നതായിട്ട് കാണിക്കും. വാലറ്റിൽ എമൗണ്ട് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്യും. ആ റിവാർഡ് പോയിന്റ് ആ ടൈമിലല്ല, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ട് അത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. 100 രൂപയ്ക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 2 പോയിന്റ്സ് വെച്ചിട്ടാണ് കാണിക്കുക. അപ്പോ ടോട്ടൽ 10 പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനെയാണ് 10 പോയിന്റ്സോ എന്നാലും 8 പോയിന്റ്സ് ഓൾമോസ്റ്റ് ആ ഒരു കണക്കാണ്. എന്നാലും 100 രൂപയ്ക്ക് 1 രൂപ എന്നുള്ള രീതിയിൽ പോയിന്റ്സ് ആയിട്ടാണ് കാണിക്കുക. റിഡംഷൻ നമുക്ക് അപ്പൊ തന്നെ കാണിക്കുക എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോ ഇത് HP Payയുടെ ആപ്ലിക്കേഷന്റെ കേസ്. ഇനി ഡ്രൈവ് ട്രാക്ക് പ്ലസ് എന്ന് പറയുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ മറ്റൊരു കാർഡും കൂടി HP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുമ്പോൾ 100 രൂപയുടെ കേസിൽ 40 പൈസയാണ് വരിക. അതേപോലെ തന്നെ സില്യൺ കോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻസും കൂടി ഉണ്ട്. ആ കോയിൻസിന്റെ വാല്യൂ വരുന്നത്, ഒരു കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പൈസയാണ്. അപ്പോ നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് വെഹിക്കിൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്രൈവർക്ക് ഒരു 5 lakh ഇൻഷുറൻസും, അതേപോലെ തന്നെ ക്ലീനർ ആ ഒരു കാറ്റഗറിക്ക് 3 ലക്ഷം വരെ ഇൻഷുറൻസും, അതേപോലെ റോഡ് സൈഡ് അസിസ്റ്റൻസും ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്ലീറ്റ് ട്രാക്കർ എന്നാണ് മറ്റൊരു
പമ്പുകളിൽ ഇന്ത്യൻ ഓയിലാണെന്നുണ്ടെങ്കിൽ ഫ്ലീറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിലിന്റെ എക്സ്ട്രാ പവർ കാർഡ് എന്നൊക്കെ അറിയപ്പെടും. അപ്പൊ ഇതില് നമുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് ട്രാക്ക്, ഓണർ ആരാണോ ഇതില് ലഭിക്കുക, ഇപ്പൊ ഒരു 3-4 വണ്ടിയുള്ളൊരു ഓണറാണെന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് മൊത്തം ഒരു 4 വണ്ടിക്ക് 4 കാർഡും അതേപോലെ മാസ്റ്റർ കാർഡും ഉണ്ടാവും. അപ്പോ അദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാൻ പറ്റും ഏത് വണ്ടിയിലാണ് എത്ര ഡീസലാണ് അടിച്ചിരിക്കുന്നത്, എത്ര പെർഫോമൻസ് കിട്ടുന്നുണ്ട്, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, ഏത് പമ്പിൽ നിന്നാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുകൂടാതെ അടിക്കുന്ന ഈ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ അത് ലഭിക്കുകയും ചെയ്യും. അപ്പോ ഓൾറെഡി ഒരു പേഴ്സണൽ ആക്സിഡന്റ് അല്ലെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇൻഷുറൻസ് കമ്പനീസ് അവൈലബിൾ ആക്കുന്ന ഒരു അഡീഷണൽ ആഡ് ഓൺ ആണ്. ഈ ആഡ് ഓൺ ഈ കാർഡ് എടുക്കുന്നതിലൂടെ ലഭിക്കും. അപ്പോ ഡ്രൈവ് ട്രാക്ക് പ്ലസ് എന്തുകൊണ്ടും കൊമേഴ്ഷ്യൽ ആയിട്ട് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈവ് ട്രാക്ക് പ്ലസ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നിയർ ബൈ HP പമ്പിൽ ചെല്ലുക. നിങ്ങൾ സ്ഥിരം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ടൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിക്കുന്ന പെട്രോൾ ബങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാനേജറെ കാണാൻ, അല്ലെങ്കിൽ ഡീലറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് HP ഡ്രൈവ് ട്രാക്ക് കാർഡ് വേണ്ട, കാർഡിന് വേണ്ട ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസും HP ഓഫർ ചെയ്യുന്നതാണ്. അത് CCMS സിസ്റ്റം, നല്ല എന്താ പറയാ, നമുക്ക് ഇവൻ ഓണർ സെപ്പറേറ്റ് ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു OTP ആക്ടിവേഷൻ ഉണ്ട്, ഡ്രൈവേഴ്സിന്റെ കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടിട്ടും അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോ ഇതാണ് HP പേയുടെയും ഡ്രൈവ് ട്രാക്ക് പ്ലസിന്റെയും കേസിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ പലരും ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ. അപ്പൊ ഗൂഗിൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ HP പേ ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം 2000 രൂപയ്ക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമുക്ക് ഒന്നും തന്നെ തരാനില്ല. എന്നാൽ 2000 രൂപ HP പേ ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 20 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അത് ഫ്യൂവലായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോ ഇത് ഞാൻ അനുഭവിക്കുന്ന കാര്യം, മാർക്കറ്റിൽ നടക്കുന്ന കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം. 1 രൂപയാണെങ്കിൽ 1 രൂപ അത് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോ അടുത്ത മറ്റൊരു വ്ലോഗിൽ മറ്റു വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഓക്കെ, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്.